ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വാസുവിനോട് മഹേന്ദ്രൻ സാറ് പറയാണ്, അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഇപ്പോൾ വിളിച്ചത്. വാസു അപ്പോൾ താടിക്ക് കൈയൊക്കെ കൊടുത്ത് ഒരു വിഷമത്തോടെ നിൽക്കുകയാണ്. ജാനകിയും ലക്ഷ്മിയും സിദ്ധുവും ഒക്കെ വാസുവിനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ വാസു ഒന്നും അറിയാത്ത രീതിയിൽ, അയ്യയ്യോ, അളിയൻ കണ്ടുപിടിക്കില്ലെന്നാണ് വിചാരിച്ചത്, കണ്ടുപിടിച്ചല്ലോ, ഇനിയിപ്പം എന്തു ചെയ്യും? ഉറപ്പായും ഈ ഫോർജറി നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മഹേന്ദ്ര സാറ് വാസുവിനോട് പറയാണ്. പക്ഷേ നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ ഫോർജറി മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് അയാളെ നാളെ രാവിലെ തന്നെ എന്നോട് പറയണം. വാസു എന്ന് പറയാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് ആരാ എടുത്തതെന്ന് അറിഞ്ഞേ മതിയാവും. വാസു ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ, പണം ഞാനെടുത്തു എന്നറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ മുത്തശ്ശൻ വിളിക്കുകയാണ്, വാസുദേവ, നീ ആ കമ്പനിയിലെ വരവ് ചിലവൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നിന്നെ പറ്റിച്ച് ഒരാൾ ഇത്രയും വലിയൊരു എമൗണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളെ നീ വെറുതെ വിടരുത്. ആ കള്ളനെ കണ്ടുപിടിച്ച് മഹേന്ദ്രൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. ശരി അമ്മാവ, അമ്മാവൻ പറഞ്ഞതുപോലെ ചെയ്യാം, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് വാസു ഇറങ്ങാണ്. വാസു നേരെ അടുത്ത മുറിയിലേക്ക് പോയിട്ട് വാതിലടച്ചിട്ട് മറ്റവളെ വിളിക്കുകയാണ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയാണ്, ഹലോ, എന്താ ഇത്ര രാവിലെ തന്നെ വിളിച്ചേ? ഞാൻ വഴിയാധാരമായി പോയി ജ്യോതി, എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെട്ടു. എന്താ പറയുന്നേ, ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയൂ. നിനക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി കമ്പനി അക്കൗണ്ടിൽ നിന്നും 85 ലക്ഷം രൂപ ഞാൻ എടുത്തു തന്നില്ലേ? അതെൻ്റെ അളിയൻ മഹേന്ദ്രൻ കണ്ടുപിടിച്ചു. ഇപ്പം എന്താ ചെയ്യുക? അതേക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുക ജ്യോതി. നാളെ രാവിലേക്കുള്ളിൽ ഫോർജറി ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ച് മഹേന്ദ്രൻ അളിയൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി നിർത്തണമെന്ന് ജ്യോതി പറയാണ്. നിങ്ങളാണ് ആ പണം എടുത്തതെന്ന് അതിനുള്ള തെളിവ് ആരുടെ കയ്യിലാണുള്ളത്? പണം എടുത്തത് ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞേക്കണം. നീ എന്തായി പറയുന്നേ? ഞാനാണ് കമ്പനിയുടെ ഫിനാൻസ് ഹെഡ്. ഞാൻ ഒപ്പിടാതെ 1 രൂപ പോലും ആർക്കും എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ പോയി എന്ന് ചോദിക്കില്ലേ? ഞാൻ ശരിക്കും അകപ്പെട്ടു ജ്യോതി. പുറത്തുനിന്നും ജാനകി കതകിൽ മുട്ടുന്നത് കേട്ടിട്ട് പറയാണ്, ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ജാനകി അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടനറിയാതെ ആരായിരിക്കും ആ 85 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടാവുക? എനിക്കൊന്നും അറിയില്ല ജാനകി, അത് ഞാൻ അന്വേഷിച്ച് അളിയനോട് സംസാരിക്കാം. പക്ഷേ ഒന്നുണ്ട്, എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ശരി, നമുക്ക് നോക്കാം. എന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. ചന്ദ്രിക വീട്ടിൽ നിന്ന് അടുക്കളപ്പണിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിക്കുകയാണ്. ആ സമയത്താണ് മലറിനെ കുറിച്ച് ചിന്തിച്ചത്. മലർ കുറച്ച് മുമ്പേ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി കാണുന്നില്ലല്ലോ. മോളെ എന്ന് വിളിച്ച് തിരയുകയാണ്. ഓരോരുത്തരോടും ചോദിക്കുകയാണ്, മലറിനെ കണ്ടിനോ എന്ന്. അയ്യോ, ആ മഹാഭാവി എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ? പിന്നെ ചന്ദ്രിക നിയന്ത്രണം വിട്ടതുപോലെ ഓടുകയാണ്. ഓരോരുത്തരോടും ചോദിക്കുകയാണ്, വഴിയിൽ കാണുന്നവരോടൊക്കെ, എൻ്റെ മലറിനെ കണ്ടിനോ എന്ന്. ചേച്ചി, എൻ്റെ മോളെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഈശ്വര, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഓരോരുത്തരോടായി ചോദിക്കാണ്. ചേച്ചി, എൻ്റെ മലറിനെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. ചേട്ടാ, എൻ്റെ മോളെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ കയറി പ്രാർത്ഥിക്കുകയാണ്, മഹാമായ ദേവി എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞ്. എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കല്ലേ, അവൾ ഭദ്രമായിട്ട് എൻ്റെ അടുത്ത് തന്നെ എത്തണം. മലർ, മോളെ മലർ എന്ന് പറഞ്ഞ് തിരയാണ്. അപ്പോഴാണ് ഒരു ജീപ്പ് വന്ന് ചന്ദ്രികയുടെ മുന്നിൽ നിർത്തിയത്. അപ്പോഴാണ് ചന്ദ്രിക അതിനകത്തുള്ള ആളെ കാണുന്നത്. അവരായിരുന്നു ആ ഗുണ്ടകൾ, പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു വരുന്നവർ. അപ്പോൾ അയാൾ പറയാണ്, ഇറക്കി വിടടോ. അപ്പോഴാണ് മലറിനെ ഇറക്കി വിടുന്നത് ചന്ദ്രിക കാണുന്നത്. മലർ, അമ്മേ എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്നും വിടുവിച്ച് അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി. ഏയ്, എൻ്റെ മോളെ എന്തിനാ കാറിൽ കയറ്റി കൊണ്ടുപോയത്? ചന്ദ്രികയെ, നിൻ്റെ മകളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് വെറുതെ കാറിൽ കയറ്റി ഒരു റൗണ്ട് പോയി വരാമെന്ന് കരുതി. അല്ല, അതിന് നീ എന്തിനാ ഇത്ര പതറുന്നേ? ദേ നോക്കണം, ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെ ഈ കാറിൽ കയറ്റി കൊണ്ടുപോയാൽ നിങ്ങൾ വലിയ ആളാണെന്നും ഞാൻ നോക്കില്ല. അത്ര തന്നെ. നിൻ്റെ മകളെ കാറിൽ കയറ്റി നാട് ചുറ്റിക്കാം എന്നെനിക്ക് നേർച്ചയുണ്ടോ?
എനിക്ക് തരേണ്ട പണം തന്നാൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ വരുന്നത്? നിന്റെ മകളെ പിന്നെ ഞാനെന്തിനാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പണവും ഇല്ല. ആ മഹേഷ് വാങ്ങിച്ച പണമൊക്കെ ഞാനെന്തിനാ അടക്കുന്നേ? അയാൾ ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ശരി ചന്ദ്രികേ, ഇനി നിന്റെ മോളെ ഭദ്രമായി നോക്കിക്കോ. അല്ല, ഇനിയും ഇതുപോലെ നിന്റെ മോളെ കാണാതായാലുണ്ടല്ലോ, അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. വരട്ടെ ചന്ദ്രികേ, ഡാ വണ്ടി എടുക്ക്. അവൾ പേടിയോടെ അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അമ്മേ. അപ്പോൾ കാറിൽ കയറിയിട്ട് അയാൾ പറയാണ്, ബായ് മോളെ, ബായ്. മോക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. ഇവിടെ വീട്ടിൽ എല്ലാവരും പൈസ കാണാത്തതിൻ്റെ പേരിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. സിദ്ധു, ആ ആങ്കിളെ, വാസുദേവനെ വിളിക്ക്. വാസു പുറത്തു നിന്ന് ആലോചിക്കുകയാണ്, 85 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു കണക്കുണ്ടാക്കുന്നത്? ഇത്രയും വർഷം ചെറിയ കള്ളത്തരങ്ങൾ ചെയ്തു, അത് ഇതുവരെ കണ്ടുപിടിച്ചില്ല. ആദ്യമായ ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്തത്. അതിങ്ങനെയുമായല്ലോ. ഇനിയിപ്പോൾ എന്ത് കള്ളം പറഞ്ഞാൽ ഇവരെ വിശ്വസിപ്പിക്കുക? അച്ഛാ, സിദ്ധു വന്നിട്ട് പറയാണ്, മഹേന്ദ്രൻ അങ്കിൾ വിളിക്കുന്നു. എന്നെയോ? ആ അങ്കിളിന് സംസാരിക്കണമെന്ന്. നീ പോയിക്കോ, ഞാൻ വന്നോളാം, നീ പോയിക്കോ. സിദ്ധു പോയി കഴിഞ്ഞപ്പോൾ അയാൾ പുറകെ പോവുകയാണ്. സിദ്ധു വന്ന് പറയാണ്, ഇപ്പം വരും അങ്കിളെ. എന്താ വാസുദേവൻ? അളിയാ, 85 ലക്ഷം രൂപ ആരാണ് എടുത്തതെന്ന് നീ കണ്ടുപിടിച്ചോ? അളിയ, ഞാൻ അന്വേഷിച്ച് നോക്കി, ആരെടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. അധികം വൈകാതെ തന്നെ ഞാനത് കണ്ടുപിടിക്കും. മഹേന്ദ്രൻ സാർ പറയാണ്, ആരാ എടുത്തതെന്ന് സത്യത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല അളിയ. ആ 85 ലക്ഷം രൂപ ആരാ എടുത്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചു, മഹേന്ദ്രൻ സാർ പറയാണ്. അത് കേട്ടപ്പോൾ സിദ്ധുവും ലക്ഷ്മിയും ജാനകിയും ഒക്കെ മഹേന്ദ്രൻ സാറിനെ നോക്കുകയാണ്. ആരാ അളിയ, ആരാ എടുത്തതെന്ന് പറയേ? ആ പണം എടുത്തയാൾ മറ്റെവിടെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഇവിടെയോ? വാസു ചിന്തിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ ടെൻഷനോടെ കേട്ട് നിൽക്കുകയാണ്, എന്താ ആരാ എടുത്തത് എന്ന്. മേഘയും മുത്തശ്ശിയും അതുപോലെ തന്നെ പരസ്പരം നോക്കുകയാണ്. പിന്നെ മഹേന്ദ്രൻ സാറ് വിളിക്കുകയാണ്, സുധാകര. അത് കേട്ട് വാസു ഞെട്ടലോടെ, സുധാകരൻ പതിയെ അകത്തേക്ക് വന്നു. നമസ്കാരം സാർ, വരൂ. ആ 85 ലക്ഷം രൂപ ആരാ എടുത്തത് എന്ന് വാസുവിനോട് ഒന്ന് പറഞ്ഞു കൊടുക്ക്. പാവം ഇയാൾ ആ പണം ആരാ എടുത്തതെന്നറിയാതെ വിഷമിക്കുകയാണ്. അയ്യോ, ഞാനാണ് ആ പണം എടുത്തതെന്ന് അളിയന് മനസ്സിലായോ? എന്താ സുധാകര ആലോചിക്കുന്നേ? ആ പണം ആരാ എടുത്തതെന്ന് വാസുദേവനോട് ഒന്ന് പറയേ. ഈ വാസുദേവൻ സാറ് തന്നെയാണ് ആ 85 ലക്ഷം രൂപയും ഫോർജറി ചെയ്ത് എടുത്തിരിക്കുന്നത്. അത് കേട്ട് ജാനകിയും സിദ്ധുവും ദേഷ്യത്തോടെ നോക്കുകയാണ്. ആരതിയും അമർഷത്തോടെ നോക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയും മേഘയും ഒക്കെ നോക്കുകയാണ്. അളിയ ഇയാൾ കള്ളം പറയാണ് അളിയ. ഞാൻ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്നും ഫോർജറി ചെയ്യുമോ? ഇയാളൊരു ഫ്രോഡാണ് അളിയ, ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. മേഘയും മുത്തശ്ശിയൊക്കെ അയ്യോ അയ്യോ എന്ന് പറയാണ്. അപ്പോൾ വാസു വീണ്ടും പറയാണ്, ഇയാൾ തന്നെയാണ് ആ പൈസ എടുത്തത് എന്ന് എനിക്ക് തോന്നുകയാണ് അളിയ. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, എനിക്കും ആദ്യം അങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ തെളിവുകളോടും കൂടിയ സുധാകരൻ നിങ്ങളാണ് ആ പണം എടുത്തതെന്ന് മനസ്സിലാക്കിയത്. അതിനുള്ള തെളിവുകൾ നിങ്ങൾ കൂടി കണ്ടോളൂ. സുധാകര, അത് കൊടുക്ക്. അപ്പോൾ ആരതി പറയാണ്, അമ്മേ. ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് അയാൾ ഒന്ന് പരിശോധിക്കുന്നത് പോലെ നോക്കുകയാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾ സൈൻ ചെയ്ത ഡോക്യുമെൻറ്റ്സാണ്. നിങ്ങളാണ് നിങ്ങൾക്ക് തന്ന പവർ മിസ്യൂസ് ചെയ്തത്, പണം എടുത്തിട്ടുള്ളത്. സിദ്ധു ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാറ് വീണ്ടും പറയാണ്, മറ്റാരും ഇതെടുക്കാൻ ഒരു വഴിയും ഇല്ല. കാരണം എനിക്ക് പണം എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സൈൻ ചെയ്തതാണ് എനിക്കെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് പോലും അറിയാതെ 85 ലക്ഷം രൂപ ആരോ എടുത്തെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതുമാത്രമല്ല, ഞാൻ മാനേജറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരവും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ. മഹേന്ദ്രൻ സാർ പറയാണ്, നിങ്ങൾ കുറച്ചു കാലമായിട്ട് ഓഫീസിൽ കൃത്യമായിട്ട് വരുന്നും ഇല്ല, ഒരു ജോലിയും സത്യസന്ധമായി ചെയ്യുന്നില്ലെന്നും പിന്നെ മറ്റ് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഡീറ്റെയിലായി സംസാരിക്കണ്ട. നിങ്ങൾ കമ്പനിയിൽ നിന്നും എടുത്ത 85 ലക്ഷം രൂപ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അയ്യോ എൻ്റെ അളിയ, അത്രയും വലിയ എമൗണ്ടൊക്കെ എടുത്തിട്ട് ഞാനെന്ത് ചെയ്യാനാ? ആ പണം സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല. വേറെ ആരെങ്കിലും എടുത്തു കാണും, ഉറപ്പായും ഞാനത് കണ്ടുപിടിച്ച് തരാം അളിയ. എനിക്ക് കുറച്ച് സമയം തരൂ. ഇതിനുള്ള സമയം കഴിഞ്ഞല്ലോ വാസുദേവ.
ശരിക്കും ആ പണം മറ്റാരെങ്കിലുമാണ് എടുത്തതെങ്കിൽ അവരെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കുമായിരുന്നു. അത് തെളിയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അത് നിങ്ങൾ തന്നെ എടുത്തതുകൊണ്ടാണ്. ജാനകി മോളെ, നീയെങ്കിലും നിന്റെ ചേട്ടനോടൊന്നും പറയേ. ജാനകി കരയാണ്. അപ്പോൾ വാസു വീണ്ടും പറയാണ്, ഞാൻ അങ്ങനെ പണം മോഷ്ടിക്കുന്ന ഒരാളാണോ? ഒരു 100 രൂപയുടെ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിന്നോട് ചോദിച്ചിട്ടല്ലേ വാങ്ങാറുള്ളൂ. പറയൂ ജാനകി, ആ എന്നെ നിന്റെ ചേട്ടൻ സംശയിക്കുന്നത് കണ്ടില്ലേ? അത് കേട്ട് ജാനകി പറയാണ്, ചേട്ടൻ ഇദ്ദേഹത്തെയാണോ സംശയിക്കുന്നത്? ഇദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് എടുക്കുന്നത്? ചേട്ടാ, സത്യമായിട്ടും ഇത് ഇദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല. മറ്റാരോ പണം എടുത്തിട്ട് അതെൻ്റെ ഏട്ടൻ്റെ മേൽ കുറ്റം ചുമത്തുക. ജാനകി, അല്ല, ഞാനൊന്നും അന്വേഷിക്കാതെ ഒരു തെളിവുകളും ഇല്ലാതെ ഒരാളെയും കുറ്റപ്പെടുത്താറില്ല. 100% ആ പണം എടുത്തത് വാസുദേവനാണ്. ചേട്ടാ, ഇതിൽ യാതൊരു സംശയവും ഇല്ല. വാസുദേവൻ, നിങ്ങൾ വളരെ സത്യസന്ധനും ഉത്തരവാദിത്വം ഉള്ളവനും ആണെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ സഹോദരിയെ നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നത്. നിങ്ങളെ എൻ്റെ കമ്പനിയുടെ ഫിനാൻസ് ഹെഡ് ആക്കുകയും ചെയ്തു. നിങ്ങളും ആദ്യമൊക്കെ വളരെ സത്യസന്ധനായിരുന്നു. പക്ഷേ കുറച്ചു നാളായിട്ട് നിങ്ങളുടെ പോക്ക് അത്ര ശരിയല്ലെന്ന് എനിക്ക് വിവരം കിട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ നിങ്ങൾ ഇത്രയും വലിയൊരു ഫോർജറി കാണിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. എന്താളിയ, ഏതോ അന്യന്മാരെ കുറ്റപ്പെടുത്തുന്ന പോലെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അമ്മാവാ, ഇതെന്താ അമ്മാവാ? നിങ്ങളുടെ മകൻ നിങ്ങളുടെ മരുമകനെ കാരണമൊന്നും ഇല്ലാതെ കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് അമ്മാവൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. എൻ്റെ മരുമകൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിങ്ങളെങ്കിലും ഒരു വാക്ക് പറയൂ അമ്മാവാ. ഒന്ന് പറയമ്മാവാ. അപ്പോൾ അമ്മാവൻ പറയാണ്, വാസുദേവ, മഹേന്ദ്രൻ തെളിവോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. നിന്നോട് ഇത്രയും മര്യാദയോടെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതവന് അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ഈ തെറ്റ് മറ്റാരെങ്കിലും ആണ് ചെയ്തിരുന്നതെങ്കിൽ ചോദിക്കുന്ന രീതിയെ മറ്റൊരു വിധത്തിൽ ആയേനെ. നീ ഈ കമ്പനിയിൽ വരുമ്പോൾ ഒരു സാധാരണ അക്കൗണ്ടൻറ്റ് മാത്രമായിരുന്നു. നിൻ്റെ സത്യസന്ധതയും ഉത്തരവാദിത്തവും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ മഹേന്ദ്രനോട് ശുപാർശ ചെയ്ത് നിനക്ക് ഈ സ്ഥാനം വാങ്ങിത്തന്നത്. ശരിയാ അമ്മാവാ? അത് മാത്രമല്ല, എൻ്റെ മകളെയും നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നു. നിനക്ക് ഇത്രയും വലിയ സ്ഥാനം തന്ന എന്നോട് തന്നെ നീ നിൻ്റെ സ്വഭാവം കാണിച്ചല്ലോ. ഇതൊക്കെ കേട്ട് ജാനകി വിഷമത്തോടെ കരയാണ്. ആരതിയാണെങ്കിൽ സമാധാനിപ്പിക്കുകയും ചെയ്യാണ്, അമ്മേ വിഷമിക്കല്ല. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മുത്തശ്ശൻ പറയാണ്, നീ എടുത്ത പണം കമ്പനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്, അതാ നിനക്ക് നല്ലത്. അയ്യോ അമ്മാവാ, ഞാനത് എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും ആ പണം തിരിച്ചു കൊടുക്കാൻ പറയുന്നു. എന്താ അമ്മാവാ ഇത്? ജാനകി, നിൻ്റെ അച്ഛനും അമ്മാവനും എന്നെ കള്ളനെന്ന് പറയുന്നു. എന്നിട്ട് നീ അത് കേട്ടിരിക്കുകയാണോ? ജാനകി എന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ, ഇദ്ദേഹത്തെ സംശയിക്കുകയാണോ? അത് കേട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, നിൻ്റെ ഭർത്താവായതുകൊണ്ട് ഇദ്ദേഹം ചെയ്ത തെറ്റല്ലാതാവുന്നില്ല. വാസുദേവൻ പണമെടുത്തത് സത്യമാണ്. പെട്ടെന്നാണ് വാസു പറയുന്നത്, എനിക്ക് നിങ്ങളെയും സംശയമുണ്ട്. നിങ്ങൾ ആ പണം എടുത്തിട്ട് എൻ്റെ മേൽ പഴിചാരുന്നതായിരിക്കും. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സി യു ഓൾ.